സത്യം പറിക്കാനും വേണം ആണേ. ഞാൻ ഇത് മറ്റേ ലോട്ടല്ലേ ഇവള്? എടാ മറ്റേ ലോട്ട വിളിക്കുന്നത്. മറ്റേ പെണ്ണ്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ ആ ഒരു മിനിറ്റ്. റീസ്റ്റാർട്ട് അടിക്കണം. ഒരു ഇന്ത്യൻ സൗണ്ട് കേൾക്കുന്നില്ല. ലൈവിലാർക്കും കേൾക്കുന്നില്ല. എനക്ക് മാത്രമേ കേൾക്കൂ. മറ്റേ പെണ്ണ്. ഇതാരാണോ? ഹലോ അടി ഇവളെ എന്നെ വിളിക്കുന്നതിനറിയോ? ഞാൻ ഇവളെ ബോഡി ഷെയിം ചെയ്യണം, ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നത്. ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോയി. ഹലോ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ വീഡിയോ ഓൺ ആക്കിയാൽ മാത്രമേ സൗണ്ട് കേൾക്കൂ. ഇതിലിറക്ക് സ്ട്രീമിൽ ആർക്കും സൗണ്ട് കേൾക്കൂല. പുറത്തേക്ക് സൗണ്ട് കേൾക്കണമെങ്കിൽ നീ വീഡിയോ ഓൺ ആക്കണോ? എന്ത്? അതെന്താ വീഡിയോ ഓൺ ആക്കി സംസാരിക്കാൻ പറ്റൂലല്ലോ? ഒരു മിനിറ്റ്. അല്ലെങ്കിൽ സ്ട്രീമിൽ ആർക്കും കേൾക്കൂല, എനക്ക് മാത്രമേ കേൾക്കൂ. ഹലോ ഒരു മിനിറ്റ്. ഒന്നുകൂടി കട്ടാക്കിയിട്ട് വിളിക്ക്. ഇത് റീസ്റ്റാർട്ട് അടിക്കട്ടെ. ഹലോ ഇതെന്തേലും എടാ ഒന്ന് വീഡിയോ, നീ ക്യാമറ പൊത്തിപ്പിടിച്ചോ? നീ വീഡിയോ കോളേ ക്യാമറ പൊത്തിപ്പിടിക്കേ. ഈ വീഡിയോ കോളിലെ ഓഡിയോ ഇട്ടോടാ. എടാ ഓള് പോലീസ് കേസിൽ എന്നെ മറ്റേതാക്കാൻ എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ വേണ്ടി എന്നെ വിളിക്കുന്നു, മനസ്സിലായോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. പറ. പിന്നെ നീ എന്തിനാ ലോഡ്സേക്ക് എന്തിനാ ഓഡിയോ അയച്ചു കൊടുത്തേ? അത് നിന്റെ ഇഷ്ടം. ഓക്കെ ചോദിക്ക്. ഓരോന്നായിട്ട് ചോദിക്കുക. ഹലോ തൊപ്പി, നിന്റെ കൂടെ ഞാൻ മാച്ച് കളിച്ചിട്ടുണ്ട്. ഞാൻ ലൈവിൽ സംസാരിച്ചപ്പോൾ അത് തന്നെ പറഞ്ഞായിരുന്നു. 6 മാസം മുമ്പ് അങ്ങോട്ട് മാച്ച് BGM കളിച്ചിട്ടുണ്ട്. അന്നോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം നിന്റെ ലൈവ് കാണാറുണ്ട്. നൈസാണ്, എന്റർടൈനിങ് ആണെന്ന് പറഞ്ഞ ഞാൻ മെസ്സേജ് ഫസ്റ്റ് ആയിട്ട് ലൈവിൽ അത് തന്നെ സംസാരിച്ചത്. അതെല്ലാരും കൂടെ കേട്ടു. നീ ലൈവിൽ തന്നെ കോൾ ചെയ്തത്. നിന്റെ മെസ്സേജും നിന്റെ ചാറ്റും എല്ലാം ലൈവിൽ കാണിക്കുകയും ചെയ്തതിന്. സംസാരിക്കട്ടെ? പറഞ്ഞോ. ലൈവിൽ വന്നിട്ട് ഞാൻ സംസാരിച്ചത്. ഓക്കെ, സെക്കൻഡ് ഞാൻ നിന്റെ അടുത്ത് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചതും ഞാൻ BGMയിൽ ഫ്രണ്ട് ആയിരുന്നു. സംസാരിച്ചിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. അന്ന് നിനക്ക് ഓർമ്മയില്ല, വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്ത് നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ് വന്ന് സംസാരിച്ചത്. അല്ലാതെ ഞാൻ വന്നിട്ട് എക്സ്പോസ് ചെയ്യും, തുണി ഊരിത്തരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് ഞാനത് പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ പുതിയ വേർഡ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? നീ എന്തിനാ ഇപ്പൊ പുതിയ വേർഡ്സിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്? തുണി ഊരിത്തരാന്ന് ആരോടും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നീ അവിടെ കിടന്ന് എന്താ പറഞ്ഞേ? ഓപ്പണപ്പാവെന്ന് പറഞ്ഞപ്പോ ഓപ്പണപ്പാവെന്ന് പറഞ്ഞാ മൈൻഡ് ഓപ്പണപ്പാവുന്നു. നിനക്കെന്താ? ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്. നീ അതാണ് ഉദ്ദേശിച്ചത് ലൈവിൽ കിടന്നുകൊണ്ട്. പിന്നെ ഞാൻ എന്താ എന്റെ വായിന്ന് ഓപ്പൺ അപ്പ് എന്നല്ലാണ്ട് വേറൊരു വേർഡ് വന്നിനാ? വേർഡ് ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡ് എന്റെ വായിന്ന് വന്നിനാ? നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്നാ പ്രൂഫ് കാണിക്കാം? അല്ലല്ല, എന്റെ ഇപ്പത്തെ ലൈവ് നീ ബാക്ക് അടിച്ചിട്ട് ഞാൻ ആടെ പറഞ്ഞ കാര്യങ്ങൾ നീ നോക്ക്. ഇവിടെ എന്നോട് പറഞ്ഞ ഓപ്പൺ അപ്പ് ആവുന്ന ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ കയ്യും കാലും കൊണ്ട് ഞാൻ കാണിക്കുന്ന ആക്ഷൻസ് നോക്കണ്ട. എന്റെ വായിന്ന് വരുന്ന വേർഡ്സ് നോക്കിയാൽ മതി. തുടങ്ങി ഈ ലൊട്ടാള്. ഞാൻ പറയട്ടെ, ഈ ക്ലീശ, ഈ വിമന്റെ മെയിൻ സംഭവം ഇതാ. സംസാരിച്ച് ഒരു മുട്ടുമ്പോ, ഒരു മതിലെടുത്ത് മുട്ടുമ്പോ നേരെ പോ. എനിക്ക് ഉമ്മയും പങ്ങളും ഈ പോയിന്റിലേക്ക് പോവാ. എനക്ക് എന്റെ ഉമ്മാനോട് പങ്ങളോടുള്ള സ്നേഹം അത് ഞാനും അവരുമായിട്ട് തീർത്തോളൂ. ഓക്കെ, നീ അതിൽ നോക്കണ്ട. ഇത് ക്ലീശ പുണ്ട വർത്താനാണിത്. ആ വർത്താനം ഇവിടെ പറയണ്ട. നീ പോയിന്റ്സ് പറ. പിന്നെ ഞാൻ നിന്നെ എപ്പോഴാണ് വിളിച്ചത്? വെളുപ്പിന് 3 മണിക്ക് 2 മണിക്കാണോ ഞാൻ നിന്നെ വിളിച്ചത്? എനക്ക് ഓർമ്മയില്ല. ഞാൻ കൊറേ ഗേൾസിനോട് സംസാരിക്കണം. എനക്ക് ഓർമ്മയില്ല. നീ അതിനകത്ത് നോക്കിയാൽ മതി. കോൾ എന്തായ സമയം, കോള് സ്റ്റാർട്ട് ആയ സമയം 11 മണി AM. ഓക്കെ, മനസ്സിലായി.
ആ സമയമാണ് എന്റെ പാതിരാത്രി, ആ സമയമാണ്. ഞാൻ വൈകുന്നേരം എണീക്കും രാവിലെ ഒരു 10-11 ആകുമ്പോ ഉറങ്ങും. ഞാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഗേൾസിനെ വിളിക്കും. ആ സമയത്താണ് നീ വിളിച്ചത്. അതായത് എന്റെ പാതിരാത്രി അതാണ്. അതിവിടെ പോയിന്റ് അല്ല. പറ. ഞാൻ സാമാന്യ ആൾക്കാർ ഉറങ്ങി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്കിന്റെ ഓക്കെ അത് കുഴപ്പമില്ല. സമയം എത്രയായാലും കുഴപ്പമില്ലല്ലോ. അത് എന്റെ സമയം അങ്ങനെയാണ്. മെസ്സേജ് അയച്ചു. ഞാൻ ചോദിച്ചു ഓക്കെ എന്താ ഫ്രണ്ട്ലി ആവാൻ പറ്റുമോ? ഞാൻ ഫ്രണ്ട്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. എവിടെയാണ്, എന്താണ് സ്ഥലം, നിങ്ങളുടെ വിശേഷങ്ങൾ എന്താ പറ എന്നുള്ള രീതിയിലാണ് ഓപ്പൺ അപ്പ് ആവാൻ അല്ലേ? അതിന്റെ അകത്ത് വന്നിട്ട് പിന്നെ നീയാണ് വന്നിട്ട് ബോയ് ഫ്രണ്ട് ഉള്ളതെന്ന് എന്റെ ലൈവിൽ എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നീ പിക്ക് തായോന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എടാ എനിക്ക് വരുന്നവർക്കും പോകുന്നവർക്കും എനിക്കൊരു പരിചയത്തെ ആൾക്കാർക്ക് പിക്ക് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നാലും ചോദിക്കുമ്പോ ഒരു പിക്ക് തരാൻ പറ്റത്തില്ല പറഞ്ഞല്ലോ. ഒരു പരിചയത്തെ ആൾക്കാർക്ക് വന്നിട്ട് പിക്ക് വിതരണം ചെയ്യാനായിട്ട് നീ എന്നോട് വലിയ കമ്പനി ആവുമ്പോട്ട് മെസ്സേജ് ഓപ്പൺ അപ്പ് ആവും തൊപ്പി എന്നാലും പാട്ട് അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ക്ലോസ് ആവേണ്ട ഒരാള് പിക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഇത്ര ഇത് ക്ലോസ് ആകുന്ന ഒരാൾക്ക്, ക്ലോസ് ആകാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് പിക്ക് ഷെയർ ചെയ്യാനെന്തിന് ഇത്ര മടി? ലൈവിൽ കണ്ടപ്പോ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ട് തോന്നി, അതുകൊണ്ട് വന്ന് മെസ്സേജ് അയച്ചു. അതിന്റെ അർത്ഥം മെസ്സേജ് അയക്കുന്ന എല്ലാ മെമ്പർമാരും മറ്റേ കാര്യത്തിനാ വരുന്നതിനുള്ള അർത്ഥം. മറ്റേ കാര്യം എന്നാ പിന്നെ നീ പുതിയ വേർഡ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്ത് മറ്റേ കാര്യം അത് എനക്കറിയണം. എന്ത് മറ്റേ കാര്യം എന്നാ ഞാൻ എന്നെ പറഞ്ഞത്? ആക്ഷൻസ് ഒന്നും നോക്കണ്ട. അതൊന്നും ലീഗലി വാലിഡ് അല്ല. ആക്ഷൻസ് ഞാൻ എന്തെല്ലോ കാണിക്കും. അത് എന്റെ എന്റെ സൈൻ ലാംഗ്വേജിൽ അതിന് വേറെ അർത്ഥമാണെങ്കിലോ ഞാൻ എന്താ പറഞ്ഞത്? അപകീർത്തിപ്പെടുത്തിയിട്ട് ലൈവിൽ ഇത്രയും ആൾക്കാർ കേരളയ്ക്ക് എടുത്ത് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യം. നീ പോയി കേസ് കൊടുക്ക്. ഭയങ്കരമായിട്ടുള്ള എന്റെ വായിന്ന് വന്ന വേർഡ്സ് അല്ലേ വാലിഡ് ആയിട്ടുള്ളൂ. അതില് ഞാൻ എന്താ പറഞ്ഞത് നീ ഒന്ന് പോയിട്ട് ഇതാക്ക്. നീ പോയിട്ട് കേസ് കൊടുക്ക്. അല്ല ചെയ്യാത്ത കാര്യം പറഞ്ഞു വരുത്തിയിട്ട് അതിനകത്തുനിന്ന് വലിയ ട്രോളും കിട്ടി നിന്നെ താക്കി പിടിച്ചുറക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ. അവരുടെ അടുത്ത് പോയിട്ട് നീ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് ഒരു എനർജി പോരാ. ഞാൻ വിചാരിച്ചു നീ അറ്റ്ലീസ്റ്റ് എന്നൊന്ന് സ്യൂ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. നീ ഒരുമാതിരി നീ പിന്നെയും എന്നെ ഇതാക്കാൻ, നീ എന്നെ പിന്നെയും സെഡ്യൂസ് ചെയ്യാൻ നോക്കിയാ നിനക്ക് എന്നെ വേണം. സത്യം പറയിക്കാൻ എന്നെ വേണം ആണേ. എടാ പിന്നെ നീ ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് നീ അറ്റ്ലീസ്റ്റ് അല്ലൊന്ന് ഊക്കാനോ അല്ലൊന്ന് ഇതാക്കാൻ വന്നത്. ഇത് ഒരുമാതിരി പിന്നെ ഇന്നലെ ലോഡ് സൈഡിന്റെ ഓഡിയോയിൽ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ നീ. ഇപ്പൊ നീ വലിയ സമാധാനത്തിന്റെ വെള്ളരിപ്പുണ്ടാന്ന്. ലോഡ് സൈഡിന്റെ ഓഡിയോയിൽ നീ ഇങ്ങനെ ഒന്നും അല്ലല്ലോ സംസാരിച്ചത്. സമാധാനത്തിന്റെ വെള്ളരിപ്പുണ്ടിയും വാങ്ങിയൊന്നും അല്ല. നീ എന്റെ അടുത്ത് ആ കോള് അവസാന നേരത്ത് ഓക്കെ നോർമലായിട്ട് നീ സംസാരിക്കും. നീ ഇവിടെ ക്യാമറ ഓണാക്കാൻ ഞാൻ ക്യാമറ ഓണാക്കിയോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയല്ല ഞാനൊന്നും സംസാരിച്ചേ. എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. നിനക്ക് മുഖം കാണിക്കാനോ നിനക്ക് നിന്റെ ലൈഫിൽ കുറെ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അതിന് ഞാൻ അതിനെ പേ ചെയ്യുന്നു. അത് നീ തീർക്കേണ്ട കേസാണ്. എനക്ക് മുട്ടിയോണ്ട് ചോദിച്ചാടെ ഉമ്മ. ഞാൻ കാര്യം പറയട്ടെ. എനക്ക് ഇടക്കിടക്ക് ഞാൻ ഓപ്പണപ്പ് ആയത്. ഞാൻ എന്നോട് ഓപ്പണപ്പ് ആവാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനക്ക് ഇടക്കിടക്ക് നല്ലോണം മൂക്കും. എന്ത് നീ എന്നോട് അത്രയും അടുത്ത് പെരുമാറ്റം അത്രയും മെസ്സേജ് അയച്ച് ഇതാക്കിയോണ്ടല്ലാണ് ഞാൻ എന്നോട് ഉമ്മ ചോദിച്ചത്. ചാറ്റ് ഇത് ലൈവിലുണ്ടല്ലോ ആ ചാറ്റ്. ഒരു മിനിറ്റ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും ക്ലീൻ ആയിട്ട് അല്ല ഇത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ക്ലീൻ ആയിട്ട് അതല്ല നീ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നീ എന്തിനാ ഇൻസ്റ്റയിൽ എനക്ക് അയച്ച മെസ്സേജ് അൺസെൻഡ് ചെയ്തേ? എന്ത് ഓ പിന്നെ എന്നാ പിന്നെ വേറെ കുറെ വോയിസ് ഉണ്ടായില്ല. ഒന്നും ഡിലീറ്റ് ചെയ്യാണ്ട് താഴെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത്. നീ എന്നോട് ഇങ്ങോട്ട് സംസാരിക്ക, നീ എന്നോട് നല്ല ഒലിപ്പിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ് നീ അൺസെൻഡ് ചെയ്തതില്. തൊപ്പി ഓപ്പൺ ആവാവ്. ഞാൻ ഇത്രയും പറഞ്ഞില്ലേ തൊപ്പിയൊന്ന് ഓപ്പണപ്പ് ആവാത്തെ. ഓപ്പണപ്പാവ് എന്ത് നീ എന്താ പിന്നെ അൺസെൻഡ് ചെയ്തേ? നീ എന്തിനാ മെസ്സേജ് അൺസെൻഡ് ചെയ്താ പറ. ഞാൻ പറയട്ടെ, എന്റെ പാപ്പ ഞാൻ നിനക്ക് തരൂല. നീ പിക്ക് കാണിക്കാൻ ഇൻസെക്യൂരിറ്റി. നീ അഗ്ലി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നീ ഫാറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതിനെ കുറിച്ച് നീ ഇൻസെക്യൂർ ആണെങ്കിണ്ടല്ല എനിക്ക് ഒരു കാലത്ത് നിന്നോട് താല്പര്യം വരൂല. ഞാൻ അത്ര അഗ്ലി ആയിട്ടുള്ള ആളുകൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതിനെ കുറിച്ച് അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഓർ പോയാളാ. പിന്നെ അവർക്കോട് കാര്യമില്ല. പിന്നെ അവർ വേസ്റ്റാ.
ആ തുടങ്ങി നിന്റെ വീട്ടിലും ഉമ്മ പെങ്ങന്മാർ നിനക്ക് സ്നേഹമില്ലേ വേടാ ലോട്ടെ നീ പോയിന്റ് സംസാരിക്കലോ. സ്വഭാവം ഇതിൽ തന്നെ മനസ്സിലായി. ഒരാൾ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് മെസ്സേജ് അയച്ചു തരിക, അയാളുടെ അടുത്ത് ഉമ്മ ചോദിക്കുന്ന സംസ്കാരമല്ലേ നിന്റെയൊക്കെ വീട്ടിലുള്ളത്? എടാ ഉമ്മ എന്ന് പറഞ്ഞാ എന്താ? ഞാൻ നിന്നോട് വേറെ എന്തെങ്കിലും ചോദിച്ചാ? ഞാൻ നിന്നോട് എന്തോ എനക്ക് വാക്ക് പറയാൻ പേടിയാവുന്നുണ്ട്. ലീഗലായിട്ട് നീ യൂസ് ചെയ്യും. ഞാൻ മറ്റേ എന്തെങ്കിലും ചോദിച്ചാ നിന്നോട്? ഞാൻ നിന്നോട് പറയാൻ പറ്റാത്ത മറ്റേതൊന്നും ചോദിച്ചിട്ടല്ലോ. ഉമ്മ എന്ന് പറഞ്ഞാ എന്താ? കിസ് 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 കട്ടാക്കിട്ട് പോയി. കിസ് ചോദിക്കുന്ന അങ്ങനെ ഇതാവല്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓ എന്നോട് അത്രയും ഫ്രണ്ട്ലി ആയി സ്നേഹത്തിൽ മറ്റേ രീതിയിൽ എന്നോട് സംസാരിച്ചു, മറ്റേ രീതിയിൽ സോറി ഞാൻ അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. ഓൾ എന്നോട് അത്ര രീതിയിൽ സംസാരിച്ചിട്ട് ഞാൻ അവളോട് കിസ് ചോദിച്ചതിൽ എന്താണ് ഇത്? ഒരാണും പെണ്ണും സംസാരിക്കുമ്പോ കിസ് ചോദിക്കുന്നതിൽ എന്താ ഇത്? ഞാൻ വേറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അവളോട്. ഞാൻ അവളോട് വേറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അല്ലാണ മുത്തേ. ഞാൻ ഓപ്പണപ്പ് ആയ ഭയങ്കര ബോറിംഗ് ആണ്. ഇവളെ എന്നോട് ഓപ്പൺ അപ്പാൻ പറഞ്ഞേ. ഓളെ അൺസെന്റ് പറഞ്ഞ ഈ അനായി അയച്ച ഓഡിയോന്റെ മുന്നേ ഓളൊരു ഓഡിയോ കൊണ്ടിടാ തൊപ്പി നീ എന്ത് ഓപ്പൺ അപ്പാവോ എന്നോട്? ഞാൻ ഉറങ്ങാൻ പോകുന്ന ഒരു സമയമാണ്, മനസ്സിലായോ? അപ്പൊ എന്റെ ഉള്ളിൽ എന്റെ മൈൻഡിലുള്ള പുറത്തെടുക്കാൻ പറ്റുന്ന ഓപ്പൺ അപ്പാവ് എന്താണ് നീ ഇങ്ങനെ ഇതാക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പണപ്പ് ആയ ഭയങ്കര ബോറിംഗ് ആണ്. ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം. ഓപ്പൺ ആയി ശരിയാവില്ല. ഞാൻ അന്ന് ഓപ്പൺ അതിനെങ്കിൽ ഓള് കരഞ്ഞിട്ട് പോകും. എന്റെ ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസിയും മൊത്തം ലിസ്റ്റ് ഇടും ഞാൻ ഓപ്പൺ ആയ. പിന്നെ ഓള് കരഞ്ഞോണ്ടാ പോവാ. അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആകാണ്ട് ഓളെ ഹാപ്പി ആക്കാൻ മാക്സിമം ഇതാക്കി നിന്ന് ഓളോട് സംസാരിച്ച് ഓളെ അഗ്ലിയാന്ന് അറിഞ്ഞിട്ടും ഓളോട് സ്നേഹമുള്ള പോലെ ഞാൻ അഭിനയിച്ച് സംസാരിച്ച് ഓളൊന്ന് ഹാപ്പി ആക്കാന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നേന്ന്. അപ്പത്തേക്ക് ഒരു ഉമ്മേരാണ് പ്ലീസ്. എടാ ഉമ്മ കഴിക്കുന്ന ഒരു തെറ്റായിട്ട് എനക്ക് വന്നില്ലടാ. എടാ ഉമ്മയല്ല ഉണ്ടല്ലോ, ഞാൻ കാര്യം പറയട്ടെ. ഉമ്മ എന്ന് പറഞ്ഞാ